അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, മക്കൾക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല, എത്ര പഠിപ്പിച്ചിട്ടും മക്കൾക്ക് പഠിയുന്നില്ല. അതല്ലെങ്കിൽ ആ സമയത്ത് പഠിഞ്ഞാലും പിന്നൊരിക്കൽ ചോദിക്കുമ്പോൾ അത് മറന്നു പോയിട്ടുണ്ട്, അത് ഓർമ്മ കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ പല രക്ഷിതാക്കളും പരാതിപ്പെടുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ വിനീതൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കളുടെ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന വളരെയധികം ഫലപ്രദമായ 4 ടിപ്പുകളാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വളരെ ഫലവത്തായ 4 ടിപ്പുകളാണ് ഈ വീഡിയോ ഭാഗത്ത് പരിചയപ്പെടുത്തുന്നത് ഇൻഷാ അല്ലാഹ്. മഹാനായ ഷെയ്ഖ് നുഅ്മാനുബ്നു ഇബ്രാഹിമു സർനൂജി റഹിമഹുല്ലാ മഹാനവറുകൾ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് പഠനം നടത്തേണ്ടതെന്നും അവർ പഠനം നടത്തുന്ന സമയത്ത് പാലിക്കേണ്ടതായിരിക്കുന്ന മര്യാദകൾ എന്തൊക്കെയാണെന്നും അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമെല്ലാം വിവരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കിതാബാണ് തഅലീമുൽ മുതഅല്ലിം എന്ന കിതാബ്. ആ കിതാബിൽ അതിൽ പരാമർശിക്കപ്പെട്ട 4 ടിപ്പുകളാണ്, ഓർമ്മശക്തിയും ബുദ്ധിയും വർദ്ധിക്കുവാനായി അതിൽ പരാമർശിക്കപ്പെട്ട 4 ടിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. മഹാനവറുകൾ അതിൽ ഒന്നാമതായി പരിചയപ്പെടുത്തുന്നത് അസ്സിവാക്കു, മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പല്ലും നാക്കും അത് ബ്രഷ് ചെയ്ത് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ഉറങ്ങി എണീറ്റ ഉടനെ മാത്രം ചെയ്താൽ പോരാ. കഴിയുമെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെയും രാത്രി കിടക്കാൻ നേരത്തും അതുപോലെ പഠിക്കുന്നതിന് മുമ്പായിട്ടുമൊക്കെ ഇത് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. കുട്ടികൾക്കത് ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധി കൂട്ടാനും ഒക്കെ അത് സഹായകമാകും. അപ്പോൾ ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് വശുറുബുൽ അസലി, തേൻ കുടിക്കുക എന്നുള്ളതാണ്. തേനിന് ഒരുപാട് പ്രത്യേകതകളും ശ്രേഷ്ഠതകളുമുണ്ട്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരൗഷധം കൂടിയാണ് തേൻ. ഈ തേൻ കുട്ടികൾക്ക് ഒരു ദിവസത്തിൽ 1-2 തവണ മുടങ്ങാതെ കൊടുക്കുന്നത്, അല്പം മുടങ്ങാതെ കൊടുക്കുന്നത് വളരെ ഫലവത്താണ്. ബുദ്ധി വർദ്ധിക്കും, അവരുടെ ഓർമ്മശക്തി കൂടുകയും ചെയ്യും. അതുപോലെ അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് അക്ലുൽ കുന്തുരി മഅസ് സുക്കരി, മധുരം ചേർത്ത് കുന്തുരുക്കം കഴിക്കുക എന്നുള്ളതാണ്. കുന്തുരുക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ പുകപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലൊരു വാസനയുള്ള ഒന്നാണ് കുന്തുരുക്കം എന്ന് പറയുന്നത്. ആ കുന്തുരുക്കം മധുരം ചേർത്ത് കഴിക്കലാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം അപരിചിതമായൊരു കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ചെയ്തു നോക്കിയാൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇത് മധുരം ചേർത്ത് കുറച്ച് കൊടുക്കുക. എല്ലാ ദിവസവും അല്പം ഇത് മധുരം ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കും എന്നാണ് മഹാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അക്ലു 21 സബീബത്തൻ ഹംറാ കുല്ല യൗമിൻ അലർ റിയഖ്, എല്ലാ ദിവസവും വെറും വയറ്റിൽ 21 ഉണക്കമുന്തിരി കഴിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും കുട്ടികൾക്ക് ഉണക്കമുന്തിരി 21 എണ്ണം അത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും സിറുകൾ രഹസ്യങ്ങൾ കാണും. അതുകൊണ്ടാണ് ആ എണ്ണം പറഞ്ഞിട്ടുള്ളത്. ആ എണ്ണം അനുസരിച്ച് കുട്ടികൾക്ക് ഉണക്കമുന്തിരി എന്നും വെറും വയറ്റിൽ കൊടുത്താൽ അതും കുട്ടികളുടെ ബുദ്ധി വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ 4 കാര്യങ്ങളും യൂരിസുൽ ഹിഫ്ള വയഷ്ഫി മിൻ കസീരിൻ മിനൽ അംറാളി വൽ അസ്ഖാമി, ഈ പറയുന്ന 4 കാര്യങ്ങളും കുട്ടികളുടെ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുകയും ധാരാളം രോഗങ്ങൾ ശിഫയാക്കുകയും ആ രോഗങ്ങളെ തടഞ്ഞു നിർത്തുകയും ചെയ്യും എന്നാണ് മഹാനർ തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ പറയുന്ന 4 ടിപ്പുകളും പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ പതിവാക്കണം. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് കണ്ടറിയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ.